ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ കഴിയുന്ന ഏറ്റവും മിടുക്കനായ നേതാക്കന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീ കെ മുരളീധരൻ. എല്ലാ അർത്ഥത്തിലും കെ കരുണാകരൻ എന്ന ഭീഷ്മാചാര്യനായ നേതാവിൻ്റെ മകൻ തന്നെയാണ് താനെന്ന് കെ മുരളീധരൻ തൻ്റെ വാക്ചാതുര്യവും പ്രവർത്തന മികവും കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുള്ളതുമാണ്. ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ നമ്മുടെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞത് വളരെ കൗതുകകരമായ ഒന്നാണ്. കാരണം മറ്റാരും പറയാത്തതുപോലെ കെ മുരളീധരൻ അതങ്ങ് പറഞ്ഞു വെച്ചു. ശരിക്കും ഇതാണ് കെ മുരളീധരൻ്റെ മിടുക്കെന്ന് നമുക്ക് വീണ്ടും കയ്യടിച്ചു പോകുന്ന തരത്തിൽ തന്നെയാണ് മുരളീധരൻ്റെ ഈ പുതിയ കമൻറ്റും ശ്രദ്ധേയമായിരിക്കുന്നത്. അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ ഒരു കാര്യമാണ്. സ്വർണ്ണപ്പാളി മോഷണം നടത്തിയ വിവരവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് പത്രക്കാരോട് മുരളീധരൻ ഇനി പറയുന്ന കാര്യങ്ങൾ സമർത്ഥമായി തന്നെ പറഞ്ഞു വെച്ചത്. അത് കൊള്ളേണ്ടിടത്തെല്ലാം നന്നായി തന്നെ കൊള്ളുകയും ചെയ്യും. അദ്ദേഹം പറഞ്ഞത് തൂണിലും തുരുമ്പിലും അയ്യപ്പനുണ്ട് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ആ വിശ്വാസം പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഈ സ്വർണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാനുള്ളത്. അത് ദേവസ്വം ബോർഡിന് അകത്തും പുറത്തും കള്ളന്മാരുണ്ട് എന്നുള്ളതാണ് തെളിയുന്ന വിവരമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. അത് ഒന്ന് രണ്ട് പേർക്കല്ല, പലർക്കുമായി ഇതിനകത്ത് ബന്ധം ഉണ്ട് എന്നുള്ളത് പറയുന്നതോടൊപ്പം തന്നെ കെ മുരളീധരൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. കാരണം അദ്ദേഹം പറഞ്ഞത് എടുത്തവൻ അനുഭവിക്കും, എടുത്തതാരായാലും അനുഭവിക്കും എന്ന് തന്നെ കെ മുരളീധരൻ പറഞ്ഞു. അങ്ങനെ അനുഭവിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിർത്തിയില്ല, അല്ലെങ്കിൽ അവിടെ കൊണ്ട് മാത്രം മുരളീധരൻ നിർത്തിയില്ല. അടുത്ത് വാചകം എന്താണെന്ന് പറഞ്ഞാൽ കയ്യും കാലും ക്ഷതമുണ്ടാകും എന്ന് പറഞ്ഞാൽ കയ്യും കാലും എടുത്തവന് ഇല്ലാതാകും എന്നുള്ളതാണ്. മുമ്പ് പലർക്കും ആ അനുഭവം ഉണ്ടെന്നു കൂടി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ആ പേരുകൾ എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഊഹിക്കുക, കയ്യും കാലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർ, ഇല്ലെങ്കിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട നമ്മളെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നവരിൽ ആർക്കൊക്കെയാണ് കയ്യും കാലുമൊക്കെ പോയി കിടപ്പിലാകേണ്ടി വന്നത് എന്നുള്ളത് ചകഞ്ഞു നോക്കിയാൽ നമുക്ക് ആ ആളുകളെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കെ മുരളീധരൻ നന്നായി തന്നെ അത് പറഞ്ഞു വെക്കുകയും ചെയ്തു. എങ്ങനെ പറയണമെന്നും എന്തു പറയണമെന്നും മുരളീധരനെ ആരും പഠിപ്പിക്കേണ്ടതൊന്നുമില്ല. മുരളിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുരളി ഇത് പറയുന്നതിൻ്റെ കൂടെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. അയ്യപ്പൻ്റെ പേരിൽ അയ്യപ്പ സംഗമം നടത്തി രാഷ്ട്രീയം കളിച്ച സി എമ്മിന് ഇപ്പോൾ കാര്യമെല്ലാം മനസ്സിലായി കാണാം. കാരണം ഈ അയ്യപ്പ സംഗമം നടത്തിയതിനു ശേഷമാണ് സ്വർണ്ണപ്പാളി ഈ വിവാദം വളരെ ശക്തമായി മുന്നോട്ട് വന്നത്. അപ്പോൾ അയ്യപ്പൻ വെറുതെ വിട്ടിട്ടില്ല എന്ന് സി എം കൂടി ഓർക്കണം എന്നാണ് പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ നാടകമാണെന്നും ആ രാഷ്ട്രീയ നാടകം നടത്തിയ സി എമ്മിന് അയ്യപ്പൻ കൊടുത്ത പണിയാണ് ഇത് എന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞു വെച്ചത്. അത് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ കണക്ട് ചെയ്ത് നോക്കിയാൽ ഇതിലൊക്കെ ചില വാസ്തവങ്ങൾ ഇല്ലാതില്ല. അത് മുരളി പറഞ്ഞതുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞതുകൊണ്ട് മാത്രം അങ്ങനെ അതിനെ നമുക്ക് ആ വാക്കുകളെ അവഗണിച്ച് കളയേണ്ടതുമില്ല. മുരളി പറഞ്ഞത് ശരിക്കും സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പറയാതെ വയ്യ. അയ്യപ്പ സംഗമത്തിന് ശേഷമല്ലേ ഈ വിവാദം വന്നതും അത് കത്തിപ്പടർന്നതും എന്നുള്ളത് ശരിക്കും 100% ഒരു വാസ്തവവും കൂടിയാണ്. വിശ്വാസമെടുത്ത് അമ്മാനമാടരുതേ സി എം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. വിശ്വാസം ആർക്കും രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. ദൈവത്തിനെ എടുത്ത് ദൈവത്തിനെ മുന്നിൽ നിർത്തി രാഷ്ട്രീയം കളിക്കുന്നവർക്ക് ആ ദൈവം തന്നെ തക്ക പാണി തക്ക സമയത്ത് കൊടുക്കും എന്നാണ് മുരളീധരൻ പറഞ്ഞത്. അതിലും ശരി ഉള്ളതല്ലേ, നമ്മൾ കണ്ടതെല്ലാം അതുമായി ചേർത്ത് നമുക്ക് വായിക്കേണ്ടതല്ലേ. പക്ഷെ അദ്ദേഹം ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് പത്മകുമാറിന് കൊടുത്തു.
നമ്മുടെ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നല്ലവനാണ്. അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ മോഷണ ശ്രമം ഒന്നും നടത്തുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷേ മുരളീധരൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം അത് ചെയ്തില്ല. പക്ഷേ പത്മകുമാർ കൂട്ടുനിന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും സങ്കടം പിന്നീട് ഉണ്ടായില്ലേ എന്നാണ് മുരളിയുടെ ഒരു ചോദ്യം. അദ്ദേഹം പറഞ്ഞത് CPM പാർട്ടി സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന അവസ്ഥ പത്മകുമാറിനുണ്ടായി. അത് എന്തുകൊണ്ടുണ്ടായി? മുരളി പറയുന്നത് ഉണ്ടായതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കള്ളന്മാർക്ക് കൂട്ടുനിന്നത് കൊണ്ടാണ്. കള്ളത്തരം ചെയ്തില്ല, പക്ഷേ കള്ളന്മാർക്ക് കൂട്ടുനിന്നു എന്നുള്ളത് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ദൈവം പണി കൊടുത്തതാണ് പത്മകുമാറിന്. പാർട്ടിയിൽ നിന്നും ഒരു തരത്തിൽ മാറി നിൽക്കുന്ന സ്ഥിതി വന്നു എന്ന് ഉള്ളതാണ്. ഇനി അത് അയ്യപ്പൻ്റെ ശാപം കൊണ്ടാണെന്ന് പറയാൻ മുരളിക്ക് ഒരു മടിയില്ല താൻ. CPMന് ശരിക്കും ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത വെള്ളാപ്പള്ളി നടേശൻ പോലും ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് മുരളീധരൻ തന്നെ പറഞ്ഞതാണ്. അത് ശരിയാണ് താനും. ഈ വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിൽ ചില ശക്തമായ ഈ പ്രസ്താവനകൾ നടത്തിയിട്ട് ഉണ്ട് താനും. സർക്കാരിനെ ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളിക്ക് വിശ്വാസമില്ല എന്നും മുരളി പറയുന്നു. മുരളി ആവശ്യപ്പെട്ടത് CBI എൻക്വയറി ഉണ്ടാകണം എന്നുള്ളതാണ്. അതിപ്പോൾ അയ്യപ്പനെ സ്നേഹിക്കുന്നവരെല്ലാം, ശബരിമലയെ സ്നേഹിക്കുന്നവരെല്ലാം, ആരാധന എന്ന് പറയുന്നതിൽ വിശ്വാസമുള്ള എല്ലാവരും, ദൈവവിശ്വാസികളായ എല്ലാവരും ഇക്കാര്യത്തിൽ പറയുന്നത് അത് തന്നെയാണ്. സംസ്ഥാനത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഈ ഭക്തിയുടെ മറവിൽ നിന്നുകൊണ്ടുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഏജൻസിക്കും കഴിയില്ല. പോലീസ് വിഭാഗത്തിലെ ഏത് വിഭാഗത്തിനെ ചുമതലപ്പെടുത്തിയാലും നമുക്കറിയാം അതെല്ലാം ബയസ്ഡ് ആവുകയേ ഉള്ളൂ. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണം ഇല്ലാതെ CBIയുടെ നേതൃത്വത്തിലുള്ള ഒരു എൻക്വയറി ഉണ്ടായാൽ കള്ളന്മാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയും. ഇത് ശരിക്കും ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതൊന്നും ആയിരിക്കില്ല. പെട്ടെന്നൊരു ദിവസം സ്വർണ്ണപ്പാളി വിഷയം വന്നത് എന്ന് ആരും കരുതുന്നില്ല. ഇതൊക്കെ ചില തട്ടിപ്പുകളുടെ തുടർച്ചയായി സംഭവിച്ചതാണ്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് പുറത്ത് വരേണ്ടതുണ്ട്. ഹൈക്കോടതി തന്നെ വ്യക്തമായും തട്ടിപ്പാണ് നടന്നതെന്ന ഒറ്റ വാക്കിൽ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിന് ഹൈക്കോടതി ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുമുണ്ട്. വെറുതെ ഹൈക്കോടതി പറയുകയല്ല, രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെയല്ല ഹൈക്കോടതി പറയുക. ഹൈക്കോടതിയുടെ മുമ്പിൽ വന്ന ഇതുമായി ബന്ധപ്പെട്ട പേപ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലും ഹൈക്കോടതി പറഞ്ഞതാണ് ഇത് തട്ടിപ്പ് തന്നെയാണ്. അത് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ ഹൈക്കോടതി അത് പ്രതിപാദിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ശബരിമലയിൽ എന്താണ് നടന്നതെന്നുള്ള സത്യാവസ്ഥ നമുക്കെല്ലാം അറിയാൻ ആഗ്രഹമുണ്ട്. അത് ഉണ്ടാകട്ടെ എന്നേ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ മുരളീധരൻ പറഞ്ഞതിന് കയ്യടിക്കാതെ വയ്യ. മിടുക്കനായ നേതാവ്, ഒരു അതിമിടുക്കനായ ഒരു നേതാവിൻ്റെ മകൻ മുരളീധരൻ പറഞ്ഞപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ചാരുത കൂടി വന്നു എന്നുള്ളതാണ്. കൊള്ളേണ്ടിടത്തെല്ലാം കൊള്ളിച്ചുകൊണ്ട് തന്നെ മുരളീധരൻ ഇക്കാര്യത്തിൽ എടുത്ത നിലപാടിന് ഞങ്ങളുടെ ചാനലിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്.